സ്വകാര്യ ബസ്സുമായി മത്സരയോട്ടം വേണ്ട എന്ന് KSRTC ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകിയെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കുകയാണ്. യാത്രക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ബസ് ഓടിക്കരുതെന്നും സമയക്രമം പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അപകട നിരക്കും മരണനിരക്കും കുറയ്ക്കാനായെന്നും KB ഗണേഷ് കുമാർ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ട ഡ്രൈവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, വണ്ടി ശ്രദ്ധയോടെ ഓടിക്കുക. ഓവർ സ്പീഡ് ചെയ്യേണ്ട കാര്യമില്ല. സമയത്തിനെത്താൻ നമുക്ക് കഴിയും. പക്ഷെ നമ്മുടെ റോഡുകളിലെ ഒരു പരിമിതി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചെറിയ വാഹനങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ സ്കൂട്ടറിൽ വരുന്ന സ്ത്രീകളുണ്ട്, ചെറുപ്പക്കാർ കുട്ടികൾ, ബൈക്കിൽ വരുന്നവരുണ്ട്, കാറിൽ വരുന്നവരുണ്ട്. നമ്മളൊരു വലിയ വാഹനമാണ്. നമ്മളെ വാഹനം തട്ടിയാൽ നമുക്ക് വലിയ കുഴപ്പമൊന്നും പറ്റത്തില്ല. പക്ഷേ ദയവ് ചെയ്ത് അവരെ തട്ടാതെ മുട്ടാതെ ഇരിക്കുക. കാരണം അവരെ ഒഴിഞ്ഞു പോട്ടെ. നമ്മൾ മത്സര ഓട്ടത്തിന് പോകണ്ട. നമ്മൾ അതൊക്കെ സ്കൂട്ടറിലൊക്കെ വന്ന് ചില സർക്കസൊക്കെ ചിലർ കാണിക്കും, വിട്ടയക്കുക. അവരെ അങ്ങ് ക്ഷമിച്ച് വിട്ടയക്കുക. നിങ്ങൾ കുറച്ചുകൂടി പക്വത കാണിക്കണം. അവരോട് മത്സരത്തിന്, മറ്റൊരു ബസ്സുമായി മത്സരത്തിന്, പ്രൈവറ്റ് ബസ്സുമായ ഒരു മത്സരത്തിന് ഒന്നും പോകണ്ട. ഈ മത്സരത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് റോഡിൽ നിൽക്കുന്ന നിരപരാധിയായ, നിഷ്കളങ്കരായ ഒരു വ്യക്തിയുടെ ആക്സിഡൻ്റലായിട്ടുള്ള മരണമായിരിക്കും. AK സ്റ്റെഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്. സ്റ്റെഫിൻ, മന്ത്രി കാര്യമായി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുക. കാരണം മന്ത്രിക്ക് ഭയങ്കര വാഹനക്കമ്പമായിരുന്നു. ഒരുപാട് വാഹനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. റോഡിൽ ഒരുപാട് പരിചയമുള്ളതാണ്. പലതരത്തിൽ വാഹനം ഓടിക്കുന്നതും ഓടിച്ചതുമൊക്കെ അദ്ദേഹം കണ്ടിട്ടുള്ള ആളുമാണ്. ഈ KSRTC ബസ്സുകൾ പലപ്പോഴും നമ്മൾ ഈ ബൈക്കിലൊക്കെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോൾ അവരുടെ ട്രാക്കിലേക്കൊന്ന് കയറിയാൽ നമ്മളെ അപായപ്പെടുത്തുന്ന തരത്തിൽ വളച്ചു കയറി വരുന്നതൊക്കെ പലയിടത്തും കാണുന്നുണ്ട്. അങ്ങനെ പല അപകടങ്ങളും ഉണ്ടായിട്ടുമുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പാലക്കാട്ടിൽ നിന്നും മറ്റും നമ്മൾ കണ്ടിട്ടുമുണ്ട്. ഇപ്പോൾ ഈ മന്ത്രിയുടെ ഇടപെടൽ എങ്ങനെ ഗുണം ചെയ്യുമെന്നാണ്? KSRTCയിലെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ കണ്ടക്ടർമാരെയും ഡ്രൈവർമാരെയും ഒക്കെ ഉപദേശിച്ച് നന്നാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ മന്ത്രി ഏറ്റെടുത്തിരിക്കുന്നതെന്ന് പറയാം. കാരണം ഫേസ്ബുക്കിലൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയി തന്നെ മന്ത്രി വ്യക്തമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായി കണ്ടക്ടർമാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രിയിൽ സ്ത്രീകളാണെങ്കിൽ കൈ കാണിച്ചാൽ നിർത്തണം, അവർക്ക് സ്റ്റോപ്പ് അല്ലെങ്കിൽ പോലും അവിടെ നിർത്തി കൊടുക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ കണ്ടക്ടർമാർ ആളുകളോട്, യാത്രക്കാരോട് എങ്ങനെ ഇടപെടണം. ആവർത്തിച്ച് മന്ത്രി പറയുന്നൊരു കാര്യമുണ്ട്. KSRTCയുടെ അന്നദാതാക്കൾ എന്ന് പറയുന്നത് ആ KSRTCയിൽ യാത്ര ചെയ്യുന്നവരാണ്, യാത്രക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരോടുള്ള ഒരു മാന്യമായ പെരുമാറ്റം കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നുള്ളതായിരുന്നു അദ്ദേഹം ആദ്യ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത്. രണ്ടാമത്, ഇന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും ഡ്രൈവർമാരോടാണ്. അതിലേറ്റവും പ്രധാനമായും മത്സരയോട്ടങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ്. ഈ സാധാരണഗതിയിൽ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല റോഡുകളിലും നമ്മൾ കാണാറുള്ളതാണ്. റോഡിൻ്റെ ഒത്ത നടുക്ക് തന്നെ KSRTC ബസ് സ്റ്റോപ്പുകളിൽ നിർത്തുക, ആളുകൾക്ക് സൈഡ് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, പരാതികളൊക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നു. അതിനൊക്കെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സമീപനമായി എത്തിയിരിക്കുന്നത്. ഈ സ്വകാര്യ ബസ്സുകൾക്കും അത്തരമൊരു ഇടപെടലും നിയന്ത്രണവും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും അതിലേക്കും കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ KSRTCയിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ, ഇത്തരം പരാതികളൊക്കെ തന്നെ പരിഹരിക്കുക എന്നതാണ് മന്ത്രിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒരു ആദ്യപടി എന്നോണം ആണ് ബ്രത്ത് അനലൈസർ പരിശോധന വ്യാപകമാക്കിയത്. അതിനുശേഷം മരണനിരക്കും ആക്സിഡന്റ് നിരക്കും ഒരുപാട് കുറഞ്ഞു എന്നുള്ളതാണ് മന്ത്രി അവകാശപ്പെടുന്നത്. ഇതിന് ശേഷം ഇനി തുടർന്ന് കണ്ടക്ടർമാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകി, ഡ്രൈവർമാർക്ക് നൽകി, ഇനി മറ്റ് സ്റ്റാഫിന് കൂടി ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകും അടുത്തടുത്ത ദിവസങ്ങളിലായി. രതീഷ്.